വാർത്തയിലേക്ക്. പൊതുമുതൽ കൊള്ളയടിച്ചും നിയമം കയ്യിലെടുത്തും എന്തും നേടാമെന്ന അണികളെ ബോധ്യപ്പെടുത്തി സ്വയം ഏകാധിപതിയായി അധപ്പതിക്കുകയാണ് പിണറായി വിജയനെന്ന് KPCC മീഡിയ സെൽ കോർഡിനേറ്റർ ഡോക്ടർ പി സരീൻ. കാവി ഭീകരതയ്ക്കൊപ്പം കുഴിച്ചുമൂടപ്പെടേണ്ടതാണ് കമ്മ്യൂണിസ്റ്റ് ഭീകരതയെന്നും ഡോക്ടർ പി സരീൻ പറഞ്ഞു. സ്വേച്ഛാധിപത്യത്തെയും ഏകാധിപത്യത്തെയും പ്രതിരോധിച്ച പ്രസ്ഥാനമാണ് കോൺഗ്രസ്. മോദിയും പിണറായിയും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തിന് തെളിവായാണ് മോദി ഭക്തനായ ദേവഗൌഡയുടെ പാർട്ടിയിലെ മന്ത്രി ഇന്നും പിണറായി മന്ത്രിസഭയിൽ ഇരിക്കുന്നതെന്നും ഡോക്ടർ പി സരീൻ കൂട്ടിച്ചേർത്തു. നെന്മാറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഫാസിസ്റ്റ് വിമോചന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞങ്ങളുടെ കൊടി പിടിക്കുന്നവന്റെ മാത്രം കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സർക്കാർ മാത്രമേ ഞങ്ങൾക്ക് വേണ്ടുള്ളൂ എന്ന് തീരുമാനിച്ചുറപ്പിച്ചവന്റെ പാർട്ടി CPM-ന് മോഡിയെ താഴെ ഇറക്കണ്ട, CPM-ന് ഇന്ത്യ മുന്നണിയിൽ അവസരം വേണ്ട എന്നാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. ആലോചിച്ചു നോക്കണം. ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന വിശാലമായ സഖ്യം കോൺഗ്രസ് അതിന്റെ മറ്റ് താല്പര്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് BJP അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തണമെങ്കിൽ എങ്ങനെയാണ് ഓരോ പ്രദേശത്തും അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളെ സഖ്യത്തിൽ ഏർപ്പെടേണ്ടത് എന്ന് തീരുമാനിച്ചുറപ്പിച്ച് മാസങ്ങൾ എടുത്തുണ്ടാക്കിയ വലിയ സഖ്യം അതിന്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് തന്നെ 3-4 മാസങ്ങളായി. ഇതിന്റെ തുടക്കം മുതൽ അതിനുടക്കിടുന്ന ഒരേ ഒരു കൂട്ടരേ ഉള്ളൂ CPM. അവർക്ക് ആകെ ബാക്കിയുള്ളത് ഈ കേരളമാണ്. കേരളത്തിലെ 20 ലോക്സഭാ സീറ്റുകളിൽ CPM-ന് മോഡി കൊടുത്തിരിക്കുന്ന ടാർഗറ്റ് കോൺഗ്രസിന്റെ 19-1 എന്ന് പറയുന്ന കഴിഞ്ഞ 20 ലോക്സഭാ സീറ്റുകളിലേക്ക് നടന്ന 2019 തെരഞ്ഞെടുപ്പിൽ കേവലം ഒരേ ഒരു സീറ്റ്, ആലപ്പുഴയിലെ സീറ്റാണ് കോൺഗ്രസിനും UDF-നും നഷ്ടമായത് എങ്കിൽ അത് 20-0 ഇന്ന് കേരളത്തിലെ ജനങ്ങൾ കോൺഗ്രസിനും UDF-നും സമ്മാനിക്കുമെന്ന് ഉറപ്പുള്ള സാഹചര്യത്തിൽ മോഡി പിണറായി വിജയന് കൊടുത്തിരിക്കുന്ന ടാർഗറ്റ് അതിൽ നിന്ന് ഒന്നെങ്കിൽ ഒന്ന് അത് കുറച്ചു കൊണ്ടുവരാനാണ്. ആശാൻ ശിഷ്യന് കൊടുത്തിരിക്കുന്ന ഉത്തരവാദിത്തം വലിയ ബാവ, ചേട്ടൻ ബാവ, അനിയൻ ബാവയ്ക്ക് കൊടുത്തിരിക്കുന്ന ടാർഗറ്റ്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വിനോദ് ചക്രായി അധ്യക്ഷനായി. M പത്മഗിരീശൻ, KI അബ്ബാസ്, CC സുനിൽ, പ്രഭിത ജയൻ, R സുരേഷ്, PS രാമനാഥൻ, M ദേവൻ എന്നിവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.